അല്ല, തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ പാർട്ടി വിശദമായി തന്നെ ചർച്ച ചെയ്യും. എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റിയും വളരെ വിശദമായി ഓരോ താഴെത്തട്ടിലും തൊട്ടുകൊണ്ടുള്ള പരിശോധന നടത്താൻ വേണ്ടി പോവുകയാണ്. അതിലൂടെ കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോകും. പൊതുവെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വിലയിരുത്തി എന്തൊക്കെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ നിലയിൽ തിരുത്താൻ തയ്യാറാണെന്ന് ഇതിനകം തന്നെ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അതേ അർത്ഥത്തിൽ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കി മുന്നോട്ട് പോകും. അല്ല, സാധാരണ നടത്തുന്നത് പോലെയാണ്. ഇപ്പോൾ BJPക്ക് കേരളത്തിലൊരു സീറ്റ് കിട്ടി എന്നുള്ളതാണല്ലോ ഒരു ചർച്ചാ വിഷയം. യഥാർത്ഥത്തിൽ കുറച്ചുകൂടി ഗൗരവത്തിൽ UDF ആ വിഷയം പരിശോധിക്കണം. 2019 തൃശ്ശൂരിൽ UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടും 2024 തൃശ്ശൂരിൽ UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടും ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഏറെക്കുറെ 1 ലക്ഷത്തിൻ്റെ അടുത്ത് വോട്ടാണ് കുറഞ്ഞിട്ടുള്ളത്. അത് ആരോഗ്യകരമായ ഒരു പരിശോധനക്കാണ് നേതൃത്വം കൊടുക്കേണ്ടത്, ഞങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ. അതല്ലാതെ ഒരു കയ്യാങ്കളിയിലേക്ക് അത് പോകരുത്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനം ഇപ്പോൾ ഏറെക്കുറെ ഭദ്രമാണ്. അപ്പോൾ അത് മോശമായി ഞങ്ങളൊന്നും വെറുതെ ഇരിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യകരമായ ഒരു പരിശോധന നടത്തണം. നേരത്തെ നേമത്ത് BJP വിജയിച്ചപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വോട്ട് വല്ലാതെ താഴ്ന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ അതിന് സമാനമായി ലോക്സഭയിൽ നമ്മളാരും പ്രതീക്ഷിക്കാതെ BJP വിജയിക്കുമ്പോൾ അവിടെയും UDFൻ്റെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. വോട്ട് 1 ലക്ഷത്തോളം വോട്ട് കുറഞ്ഞു എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഗൗരവത്തിൽ പരിശോധിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തയ്യാറാകണം. സർക്കാരിനൊപ്പം നിൽക്കുന്ന ആളായിരുന്നു അദ്ദേഹം ഒരു വിമർശനം ഉന്നയിച്ചു. അദ്ദേഹത്തെ വിവരദോഷിക്കുന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണോ? കാണുന്നത് ശരിയാണോ? അല്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്താ സംഭവം, എന്താണ് അവിടെ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഈ മന്ത്രിമണ്ഡലങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ BJP വോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ K. സുരേന്ദ്രന്റെ ഉൾപ്പെടെ പ്രതികരണം എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ നില തുടരും, മിനിമം ഏതാണ്ട് ഒരു 15 സീറ്റിലധികം അവർ ജയിക്കുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അല്ല, അതിലൊന്നും തെറ്റില്ല. ആരും പ്രതീക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ 2019 തെരഞ്ഞെടുപ്പിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണിയ ഘട്ടത്തിൽ ഇതുപോലുള്ള പല വിഷയങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ മന്ത്രി മണ്ഡലങ്ങൾ പിറകുന്നു പറഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട 4 പേരാണെന്ന് ഈ നിയമസഭയിൽ വിജയിച്ച് മന്ത്രിമാരായിട്ടുള്ളത്. 4 പേര് 2019 മത്സരിച്ച ആളുകൾ അവർ ലോക്സഭയിൽ പരാജയപ്പെട്ടു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ നല്ല വോട്ടിന് വിജയിച്ചു മന്ത്രിമാരായിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ ഓരോ നിലയിലാണ് കാര്യങ്ങൾ പരിശോധിക്കുക, കാര്യങ്ങൾ വിലയിരുത്തുക. ഓരോ തെരഞ്ഞെടുപ്പിനെയും വ്യത്യസ്ത രീതിയിൽ കാണുന്നവരാണ് ഞങ്ങൾ. ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും അത് പരാജയപ്പെട്ട മാത്രമല്ല കേട്ടോ, വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഞങ്ങൾ തിരുത്തേണ്ടതോ പോരായ്മകളോ അല്ലെങ്കിൽ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടോ കാര്യങ്ങൾ ജനാധിപത്യപരമായി പരിശോധിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന രീതിയാണ് ഇത്തവണയും തുടരും. CPM-നെ സംബന്ധിച്ച് BJP വോട്ട് വർധനയിൽ ഒരു ആശങ്കയുമില്ല എന്നതാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. കാരണം എന്താ വെച്ചാൽ എപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന UDF-ന്റെ വോട്ടാണ് നഷ്ടപ്പെട്ടത്. മറ്റു മണ്ഡലങ്ങൾ ഓരോന്നെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ധർമ്മടത്താണെങ്കിലും ഒക്കെ BJP വോട്ട് വർധന വരുത്തിയത് ഒരു തരത്തിൽ നിങ്ങൾ ആശങ്കപ്പെടുത്തുന്നില്ല? അല്ല, ഞാൻ പറഞ്ഞില്ല, അതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഞാൻ തൃശ്ശൂർ പ്രത്യേകം പറഞ്ഞത്, തൃശ്ശൂർ BJP ജയിച്ചു. കേരളത്തിലെ മറ്റ് 19 സീറ്റിലും BJP അല്ലല്ലോ ജയിച്ചത്. തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ BJP വിജയിക്കുമെന്ന് പൊതുവെ ആരും കരുതിയില്ല. BJP വിജയിച്ചു. അവിടെ ഞങ്ങൾക്ക് വോട്ട് കൂടി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഞങ്ങൾക്ക് LDF സ്ഥാനാർത്ഥിക്ക് 2019 കിട്ടിയതിനേക്കാൾ വോട്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചു. എന്നാൽ UDF സ്ഥാനാർത്ഥിക്ക് 2019 കിട്ടിയതിനേക്കാൾ 1000, 10,000, 20,000, 30,000 അല്ല കുറഞ്ഞത്, 1 ലക്ഷത്തിൻ്റെ അടുത്ത് വോട്ട് കുറഞ്ഞു. അപ്പോൾ അത് പരിശോധിക്കപ്പെടണമെന്നുള്ളത് കേരളം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് പറഞ്ഞു എന്നുള്ളൂ.